نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 2ാം ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 2ാം ക്ലാസ്സിന്റെ ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? നാളെ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ 3ാമത്തെ ദിവസം അല്ലേ? അതിന്റെ മോഡൽ ചോദ്യപേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി ഒന്ന് കാണണേ. ഓക്കെ, 2ാം ക്ലാസ്സിന്റെ ഉദ്ഗ്രഥനം 2ാം ദിവസത്തെ ചോദ്യപേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. പ്രവർത്തനം 6 സിംഹരാജന്റെ പിറന്നാൾ. സിംഹരാജന്റെ പിറന്നാളിന് വൈകിയാണ് ആമച്ചാർ എത്തിയത്. എന്താ ആമച്ചാരെ വൈകിയത്? എനിക്ക് നിന്നെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ അല്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പറക്കുക, ഇഴയുക, നടക്കുക അല്ലെ? ജീവികളും അതിന്റെ സഞ്ചാര രീതികളും നമ്മൾ പഠിച്ചതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നതാണ് മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പരീക്ഷയ്ക്ക് അധികവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, വരും എന്നുള്ള കാര്യം നമ്മൾ പറയുന്നതാണ് അല്ലെ? പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിച്ചെഴുതൂ. ഇഴയുന്നവ, നടക്കുന്നവ, അതേപോലെ തന്നെ പറക്കുന്നവ അല്ലെ? നമുക്ക് എഴുതി കൊടുക്കാം. ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അത് നമുക്ക് എഴുതി കൊടുക്കാം. പാമ്പ്, പല്ലി, ഒച്ച്, അതേപോലെ തന്നെ ഉറുമ്പ്, മുയല്, മാന്, കാക്ക, തത്ത, പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞ് ഇതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് നമ്മൾ പോവാണ്. പ്രവർത്തനം 7 പൂക്കുടയാണ്. കൊട്ടാരം അലങ്കരിക്കാൻ പൂക്കുടകളിൽ നിറയെ പൂക്കളുമായാണ് ചിങ്കൻ കുരങ്ങൻ വന്നത്. ഓരോന്നിലും നീലയും ചുവപ്പും പൂക്കളുണ്ട്. ഓരോന്നിലും നീല, ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ എത്ര വീതമാകാം? അപ്പൊ 96 അവിടെ കൊടുത്തിട്ടുണ്ട്, 45 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 96 ആവണമെങ്കിൽ 45 എത്ര കൂടെ കൂട്ടണം? 51 കൂടെ കൂട്ടണം. ഇനി അടുത്തത് 84 ആണ്. 84 നമുക്ക് 42 വെച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാം അല്ലെ? അതേപോലെ മറ്റു രീതിയും നമുക്ക് സ്വീകരിക്കാം. 78 നോക്കൂ. 78 36 ഓൾറെഡി അവിടെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മാത്രമേ എഴുതാൻ പറ്റൂ? 42 എന്നേ എഴുതാൻ പറ്റൂ. 67 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 37, 30 എന്ന രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. 54 24, 30 എന്ന രീതിയിലും നമുക്ക് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് വരികൾ കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. സിംഹരാജന്റെ പിറന്നാളിന് ജീവികളെല്ലാവരും ഒത്തുകൂടി കൂട്ടമായി പാട്ടുപാടി. ചിറക് വിരിച്ച് പാറി വരുന്നു സുന്ദരിയാകും തത്തമ്മ, പീലി വിടർത്തി ആടി വരുന്നു ചേലേറുന്നൊരു മയിലമ്മ അല്ലെ? അപ്പൊ മയിലമ്മയും തത്തമ്മയും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അവിടെ കാണുന്ന ജീവികളെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വരികൾക്ക് അനുയോജ്യമായിട്ട് ആ ഈണത്തിലും താളത്തിലും എന്താണോ അവിടെ പറയുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതി കൊടുക്കുക. അക്ഷരത്തെറ്റില്ലാതെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ നമുക്കതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് പ്രവർത്തനം 9 പദപ്രശ്നമാണ്. പദപ്രശ്നം. വലത്തോട്ട്. വലിയ ചെവിയുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ. ആനയാണ് അല്ലെ? കണ്ടാൽ ഒരു രോമക്കൂട്, തിന്നാൻ ഇഷ്ടം തേൻകൂട്, കായിൽ തുടങ്ങും എന്നുടെ പേര്. രണ്ടാമത്തത് ഏതാണ്? കരടിയാണ്. അടുത്തത് സഞ്ചാരം രാത്രിയിൽ, മരച്ചിലയിൽ തല കീഴായി തൂങ്ങും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. 3 ഏതാണ്? വവ്വാലാണ്. അടുത്ത നോക്കൂ താഴോട്ട്. പുറന്തോടുണ്ട്, നടത്തം പതുക്കെ, വെള്ളത്തിൽ നീന്തും, മുട്ടയിടും. ആമയാണ് അല്ലെ? എഴുതി കൊടുക്കാം. ആമ അല്ലെ? എഴുതി കൊടുത്തു നമ്മൾ. ഈ രണ്ടാമത്തത് താഴോട്ട്. കൂർത്ത നഖവും പല്ലും, മാംസാഹാരം കഴിക്കും, കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ദേശീയ മൃഗമാണ്. ഏതാണ്? കടുവ അല്ലേ? എഴുതി കൊടുക്കാം. അതും കഴിഞ്ഞു. നേരെ പോവാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് സംഭാഷണം പൂർത്തിയാക്കാം. സിംഹരാജന്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി അല്ലെ? ചിന്നുകുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്ക് ഇതെന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നുകുരുവിയെ കാണാൻ പോയി. മിന്നുത്തത്ത: ചിന്നു, പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ. ചിന്നുകുരുവി: ഇന്നലത്തെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി എന്ന് ആര് പറയാണ്? ചിന്നുകുരുവി പറയാണ് അല്ലെ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത് അല്ലെ? ഇത് നമുക്ക് എഴുതി കൊടുക്കാം. ഈസിയാണ് അല്ലെ? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പൊ ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ് വന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഈ ഒരു ചോദ്യങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നല്ല മാർക്ക് ഉണ്ടായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇല്ലടാ മക്കളെ? ഈസി അല്ലായിരുന്നോ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നാളത്തെ പരീക്ഷ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ പോയി ഒന്ന് കാണുക. ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാത്തവരൊക്കെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ.